മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അപകീർത്തിപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ്. വീണ്ടും കേസ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റ് ഇടുകയും ചിത്രം നിർമ്മിച്ച് സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത ഒറ്റപ്പാലം സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. കണിയമ്പുറം സ്വദേശി രാജനെതിരെയാണ് കേസെടുത്തത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് N.K. ജയരാജന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ലഹളയും വിദ്വേഷവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സമൂഹമാധ്യമത്തിലൂടെ ഫോട്ടോ പങ്കുവച്ചു എന്നാണ് പരാതി. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതാര്? SIT രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. ഇതിനായി ആഭ്യന്തര വകുപ്പ് SIT രൂപീകരിച്ചു. കോഴിക്കോട് റൂറൽ SP നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയാണ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് പ്രചരിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ലക്ഷ്യമിട്ടാണ് ആഭ്യന്തര വകുപ്പ് SITക്ക് രൂപം നൽകിയത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ കോഴിക്കോട് റൂറൽ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചെങ്കിലും ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. നിയമസഭയിൽ പരിഹാസവുമായി അബിൻ വർക്കി. നിയമസഭയിൽ പുതിയ നയപ്രഖ്യാപന ചർച്ചയ്ക്കിടെ സർക്കാരിനെതിരെ പരിഹാസവും കടുത്ത വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവും MLAയുമായ അബിൻ വർക്കി. കുട്ടികൾ നിലവിൽ ഈ സർക്കാരിനെ പൂക്കി സർക്കാർ എന്നാണ് വിളിക്കുന്നതെന്നും മുഖ്യമന്ത്രിയെ പൂക്കി മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്നതുമായിരുന്നു അബിൻ വർക്കിയുടെ വിവാദമായ പരാമർശം. സ്നേഹനിധിയായ കൂട്ടുകാരൻ എന്നാണ് പൂക്കിയുടെ അർത്ഥമെന്നും ഈ നയപ്രഖ്യാപനം സൂചിപ്പിക്കുന്നത് ആ ഒരു സ്നേഹമാണെന്നും അദ്ദേഹം സഭയിൽ പരിഹസിച്ചു. എന്നാൽ അബിൻ വർക്കിയുടെ പരിഹാസത്തിന് അതേ നാണയത്തിൽ തന്നെ ഭരണപക്ഷം മറുപടി നൽകി. അബിൻ വർക്കി പറഞ്ഞ ആ പൂക്കി സർക്കാർ എന്തായാലും പുകഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് MS അരുൺകുമാർ MLA തിരിച്ചടിച്ചു. എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഇടതുപക്ഷം അതീവ കരുത്തോടെ കേരളത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് ചരിത്രമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ്. SFI ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ SFI ജില്ലാ പ്രസിഡന്റും അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വിജയ് വിമലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ പ്രതിയാണ് വിജയ് വിമൽ. രക്ഷാപ്രവർത്തനത്തിൽ അറസ്റ്റ് തടഞ്ഞ കോടതി. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശം. നവകേരള യാത്രക്കിടെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി ജൂൺ 6 പരിഗണിക്കും. അതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്ന് ജില്ലാ സെഷൻസ് കോടതി പരോക്ഷമായി പറഞ്ഞു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളിൽ പ്രതിഭാഗം സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ കോടതി പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM CPI പോര് മുറുകുന്നു. ഇന്നത്തെ ചർച്ചയിലും തീരുമാനമായില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള CPM CPI പോര് വീണ്ടും മുറുകുന്നു. ഇന്ന് നടത്തിയ ചർച്ചയിലും ഇത് സംബന്ധിച്ച തീരുമാനമായില്ല. ചർച്ച വിജയിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അപമാനത്തിന്റെ പ്രശ്നമില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. മുന്നണി നന്നായി മുന്നോട്ട് പോകുന്നതിനും അതിന്റെ പുരോഗതിക്കും ഞങ്ങൾ തയ്യാറാണെന്നും CPMഉം അതിന് തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. പദവിയുടെ പ്രശ്നമല്ല ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ശബരിമല നെയ് വിതരണത്തിൽ കോടികളുടെ ക്രമക്കേട്. മിൽമ നെയ് മറിച്ചുവിറ്റതായി സൂചന. ശബരിമല ക്ഷേത്രത്തിലേക്ക് വിതരണം ചെയ്യാനായി മിൽമ നൽകിയ ഗുണനിലവാരമുള്ള നെയ്യ് മറിച്ചുവിറ്റ പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള വില കുറഞ്ഞ നെയ്യ് എത്തിച്ച് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായി സൂചന ലഭിച്ചു. ലിറ്ററിന് 540 രൂപ നിരക്കിൽ 2 ലക്ഷം ലിറ്റർ നെയ്യ് വാങ്ങാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മിൽമയുടെ തിരുവനന്തപുരം യൂണിയനും തമ്മിലായിരുന്നു കരാർ ഒപ്പിട്ടിരുന്നത്. നവകേരള ബസ് ആക്രമിച്ചെന്ന വാദം കള്ളം. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് SIT റിപ്പോർട്ട്. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ബസിന് നേരെ കല്ലേറുണ്ടായെന്ന പ്രതികളുടെ വാദം പൂർണ്ണമായും വ്യാജമാണെന്ന് ഫോറൻസിക് പരിശോധനയിലും KSRTC ഡ്രൈവറുടെ മൊഴിയിലും വ്യക്തമായിട്ടുണ്ട്. മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള അതിക്രൂരമായ മർദ്ദനമാണ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായതെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നു. പിലാത്തറയിൽ വ്യാപാരിയുടെ സ്വർണം തട്ടിയെടുത്ത സംഭവം. 6 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. പിലാത്തറയിൽ സ്വർണ്ണ വ്യാപാരിയും കുടുംബവും സുഹൃത്തും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി 25 ഗ്രാം സ്വർണവും കാറും തട്ടിയെടുത്തെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ 2 ഇന്നോവ കാറുകളിലെത്തിയ കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ പരിയാരം പോലീസ് കേസെടുത്തു.
CPM പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിനിടെ വനിതാ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതായി പരാതി. CPM പയ്യന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിനിടെ വനിതാ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതായാണ് പരാതി ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് സംഭവം നടന്നതെന്നാണ് വിവരം. ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ വനിതാ നേതാവിനെ ലക്ഷ്യമിട്ട് ലോക്കൽ കമ്മിറ്റി അംഗം മോശം പരാമർശം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ചർച്ചയ്ക്കിടെ വനിതാ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായി എന്നാണ് ആരോപണം.